ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കുറേ പേര് വീഡിയോയുടെയൊക്കെ താഴെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ത്രെഡ്സും അതുപോലെ നീഡിൽസും പിന്നെ എംബ്രോയ്ഡറി ഹൂപ്സും പിന്നെ നമുക്കൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. ആദ്യം തന്നെ നമുക്കൊരു എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഒരു എംബ്രോയ്ഡറി ഹൂപ്പ് അല്ലെങ്കിൽ എംബ്രോയ്ഡറി ഫ്രെയിം. ഇത് പല ടൈപ്പിലും പല സൈസിലും ഉള്ളത് കിട്ടും. ഇതിപ്പം വുഡിൻ്റെ ആണ്. നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങുന്നത് ഒന്നെങ്കിൽ ഫാൻസി ഷോപ്പിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ നമ്മളുടെ സൂയിങ് മെറ്റീരിയൽസൊക്കെ കിട്ടുന്ന ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പം സ്മോൾ സൈസിലുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് 25 കണ്ടായിരുന്നു. അത്രയും ഒരു റേഞ്ചിന് നമുക്ക് കിട്ടും. ഇതുപോലെ 2 റിങ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിലൊന്ന് പ്ലെയിൻ ആയിരിക്കും, ഒന്നിൽ നമുക്ക് ലൂസാക്കാനും ടൈറ്റാക്കാനും ഉള്ള ഒരു സംഭവം ഉള്ളതാണ് മറ്റേത്. ഇനി നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള റിങ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾക്ക് വേണ്ട മെറ്റീരിയൽ അതിൻ്റെ മേലെ വെച്ചിട്ട് ഈ ഒരു ഇത് കണ്ടോ, രണ്ടാമത്തെ റിങ്ങിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഈ സംഭവം ഉണ്ടാവും. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുത്തിട്ട് വേണം ഇതിൻ്റെ മേലേക്ക് വെക്കാനായിട്ട്. അപ്പം ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് വെച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്ത് മെറ്റീരിയൽ ആണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ 2 റിങ്ങും സെയിം ലെവലിലാണ് ഇരിക്കുന്നതെന്ന് നോക്കുക. ഒന്ന് ചിലപ്പോൾ കയറിയായിരിക്കും ഈ മുകളിൽ നമ്മൾ രണ്ടാമത് വെച്ചത്. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ പോപ്ലിൻ ക്ലോത്ത് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്, ഒരു ക്ലോത്ത് ഉണ്ട്. അപ്പോൾ അത് വാങ്ങിയിട്ട് അതിൽ നിങ്ങൾ എന്തെങ്കിലും വർക്കൊക്കെ കാണുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നല്ല മെറ്റീരിയലിലേക്ക് ചെയ്യാം. ഇനി നമുക്ക് ത്രെഡ്സിനെ പറ്റി പറയാം. ഈ ത്രെഡ്സ് പല ടൈപ്പിലുള്ള ത്രെഡ്സ് ഉണ്ട്, പല ബ്രാൻഡ് നെയിമിലുള്ള ത്രെഡ്സ് ഉണ്ട്. ഇപ്പം ഞാനിവിടെ കാണിച്ചേക്കുന്നത് ഹാൻഡ് വർക്ക് ചെയ്യാനുള്ള ത്രെഡ്സാണ്, നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നത്. ഇതല്ലാതെ ആരി അതുപോലെ മാഗം വർക്കൊക്കെ ചെയ്യുന്ന സിൽക്ക് ത്രെഡും നമുക്ക് അവൈലബിൾ ആണ്. അത് വെച്ചിട്ടും നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാം. പിന്നെ കുറേ പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഈ ആങ്കർ ത്രെഡും എംബ്രോയ്ഡറി ത്രെഡും തമ്മിലുള്ള വ്യത്യാസം. എംബ്രോയ്ഡറി ത്രെഡിൽ വരുന്ന ഒരു ബ്രാൻഡ് നെയിമാണ് ഈ ആങ്കർ ത്രെഡ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ത്രെഡുകളൊക്കെ കണ്ടില്ലേ, ഇതെല്ലാം എംബ്രോയ്ഡറി ത്രെഡാണ്. ഇതിൽ ഈ കയ്യിലിരിക്കുന്നതാണ് ആങ്കർ ത്രെഡ്. അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഈ ഒരു കാപ്പിപ്പൊടി കളറിലുള്ളത് അത് രംഗോലി ത്രെഡ്. ഇത് രണ്ടും എംബ്രോയ്ഡറി ത്രെഡാണ്. അതുപോലെ തന്നെ വേറെ ത്രെഡാണ് ഡോളി ത്രെഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം എംബ്രോയ്ഡറി ത്രെഡ് അല്ല, എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ത്രെഡാണ്. പല പേരിൽ അറിയുന്നേ ഉള്ളൂ, ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഈ ഡോളി ത്രെഡ് അതുപോലെ രംഗോലി ത്രെഡൊക്കെ വാങ്ങിയാൽ മതി. അതിന് ഒരു 3 രൂപ 4 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ ഈ ആങ്കർ ത്രെഡിന് 10 റുപ്പീസൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഈ സൂയിങ് മെറ്റീരിയൽസൊക്കെ കിട്ടുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ റേറ്റ് കുറച്ച് കിട്ടും, സാധാരണ നമ്മൾ ഫാൻസി ഷോപ്പിൽ നിന്ന് വാങ്ങുന്നേക്കാളും ഒക്കെ. പിന്നെയുള്ള ഡൗട്ട് ഇതിൻ്റെ കളർ ഫെയ്ഡ് ആവുമോ എന്നുള്ളതാണ്. ഇതുപോലത്തെ എംബ്രോയ്ഡറി കോട്ടൺ ത്രെഡ്സിൻ്റെ ഒന്നും കളർ പോകത്തില്ല കേട്ടോ. പിന്നെ മെയിനായിട്ടും ഒരുപാട് പേര് ചോദിക്കുന്നതാണ് സ്റ്റാൻഡ്സ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്. അപ്പം നമുക്ക് അതെന്താണെന്നൊന്ന് പറയാം. പിന്നെ ഈ എംബ്രോയ്ഡറി ത്രെഡ് നമ്മൾ എടുക്കുമ്പം ഇതുപോലെ 2 അറ്റത്തും റാപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അത് കളഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വരുന്ന ഒരു ത്രെഡ് ഉണ്ടാവും. ഇതായിരിക്കും ഇതിൻ്റെ നമ്മൾ എടുക്കേണ്ട ഭാഗം. ഇതിൻ്റെ ഉള്ളിൽ എടുക്കരുത്, അപ്പോൾ പിന്നെ ഇത് കെട്ടുകൂടിപ്പോവും. അപ്പോൾ ഈ പുറത്തായിട്ടിരിക്കുന്ന ഈ അറ്റത്തുള്ള ഈ ത്രെഡാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്ക് സ്റ്റാൻഡ്സ് എന്താണെന്ന് നോക്കാം. നമ്മളുടെ എംബ്രോയ്ഡറി ത്രെഡ് 6 സ്റ്റാൻഡ്സ് കൂടിയിട്ടാണ് വരുന്നത്. കണ്ടില്ല, ഇപ്പം എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ത്രെഡ് അതിൻ്റെ ഉള്ളിൽ 6 സ്റ്റാൻഡ്സ് ആണുള്ളത്, അതായത് 6 ലെയർ ആണുള്ളത്. നമുക്ക് ത്രെഡ് കിട്ടുമ്പോൾ തന്നെ അങ്ങനെയാണ്. ഇപ്പം നമ്മൾ കയറൊക്കെ ഉണ്ടാകുന്നത് ഒരുപാട് ലെയർ കൂടി ചേർന്നിട്ടില്ല, അതുപോലെയാണ് ഈ ഓരോ ത്രെഡും ഉണ്ടാക്കിയേക്കുന്നത്.
ഇതിൽ നിന്ന് നമുക്ക് ഓരോ സ്റ്റാൻഡ്സ് ആയിട്ട് ഊരിയിട്ട് അങ്ങനെയും വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് നീഡിൽ കോർത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഇത് നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും. അതാണ് ഈ എംബ്രോയ്ഡറി ത്രെഡിൻ്റെ പ്രത്യേകത. ഇത് ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും നമുക്ക് ഓരോന്നായിട്ട് ഊരിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പം ഞാൻ 4 സ്റ്റാൻഡ്സ് എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് 2 എണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള 4 എണ്ണം ഇതുപോലെ ഊരിയെടുത്താൽ മതി. ഇത് സിമ്പിളായിട്ട് പോന്നോളും. നമ്മൾ ആ റാപ്പ് ചെയ്ത 2 എണ്ണം കളഞ്ഞിട്ട് ഇതുപോലെ ഊരിയെടുത്താൽ ഇത് സിമ്പിളായിട്ട് വരും. അപ്പം നമ്മളുടെ കയ്യിലിരിക്കുന്ന എംബ്രോയ്ഡറി ത്രെഡിൻ്റെ ഒരറ്റം നീഡിലും കോർത്തേക്കാണ്. അതിനാണ് 6 സ്റ്റാൻഡ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരറ്റം കെട്ടിടുക, മറ്റേ അറ്റം കണ്ടില്ലേ ഇറക്കം കുറഞ്ഞിരിക്കുന്നത് നീഡിലിനോട് ചേർന്ന്, അങ്ങനെ വെക്കുക. അതിനാണ് 6 സ്റ്റാൻഡ്സ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. ഇനിയിപ്പം 6x6 സ്റ്റാൻഡ്സ് എന്ന് പറഞ്ഞാൽ, അതായത് 12 സ്റ്റാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ നമ്മൾ കെട്ടിയിടുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീഡിൽസിനെ പറ്റി പറയാം. കുറേ പേര് ചോദിക്കാറുണ്ട് വർക്ക് ചെയ്യുമ്പം ഇത് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന നീഡിൽ തന്നെയാണോ എന്ന്. അത് തന്നെയാണ്, നമ്മൾ കൈകൊണ്ട് തുന്നാൻ ഉപയോഗിക്കുന്ന ആ നീഡിലില്ല, അത് തന്നെ. പക്ഷെ അത് പല സൈസിലും പല നമ്പറിലും വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, പല സൈസിലുള്ള നീഡിൽസാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൽ ഈ വലിയത് ഒക്കെ നമുക്ക് റിബൺ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ വലിയ ബുള്ളിയൻ റോസസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. ഇതിൻ്റെ ഈ ഭാഗം കണ്ടില്ല, അതായത് നമ്മൾ നീഡിലേക്ക് ത്രെഡ് ഇടുന്ന ആ ഒരു ഭാഗം പല വലിപ്പത്തിലുള്ളത്. അപ്പം ഓരോ ത്രെഡിനും അനുസരിച്ചുള്ള വലിപ്പമാണുള്ളത്. അതുപോലെ ഈ നീഡിലിൻ്റെ വണ്ണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഷുഗർ ബീഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ചെറിയ നീഡിൽസ് ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കൂടെ പോവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നീഡിൽ നമ്പറൊക്കെ പറയുന്നത്. ചില വർക്കിന് അങ്ങനെ കറക്റ്റ് നമ്പറൊന്നും വേണമെന്നില്ല. ഇപ്പം ഞാനൊരു മീഡിയം സൈസിലുള്ള നീഡിൽ വെച്ച് എനിക്ക് ബുള്ളിയൻ റോസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മീഡിയം സൈസ് ആണെങ്കിൽ അത് വെച്ച് ചെയ്യാം. അതിനിപ്പം കറക്റ്റ് നമ്പറൊന്നും വേണമെന്നില്ല. ഈ നമ്പറും സൈസും ഒക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഉള്ള ഒരു പാക്കറ്റിലുണ്ടാവും. ഒന്നുകിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഷുഗർ ബീഡ്സ് ഞാനിപ്പോൾ ഒരു നീഡിൽ വെച്ച് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇത് ചെറുതാണെങ്കിൽ പോലും ഇതിന് വണ്ണം ഉള്ളതുകൊണ്ട് ഇതിൽ കടന്നു പോകില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ നീഡിൽ സൈസ് 9 ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. ഇനി നമുക്കൊരു വർക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെ നമുക്ക് സൂയിങ് തിങ് ഷോപ്പിൽ കിട്ടുന്നതാണ് കേട്ടോ, സൂയിങ് മെറ്റീരിയലൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ. ഇത് സർദോസിയാണ്, ഈ സ്പ്രിങ് പോലെ ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് 20 റുപ്പീസാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് പല ആൻറ്റിക് ഗോൾഡ്, അതുപോലെ ഗോൾഡ്, സിൽവർ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വാങ്ങിയാൽ മതി. അതുപോലെ തന്നെ കുറച്ചും കൂടെ വലുതായിട്ട് റിങ് പോലെ വരുന്നതാണ് ബുള്ളിയൻ റിങ്സ്. ഇത് നമുക്ക് ഈ സർദോസി വർക്കൊക്കെ ചെയ്യുന്ന പോലെ നല്ല വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ പ്രൈസും 20 റുപ്പീസാണ്. പിന്നെയുള്ളത് ഇതുപോലത്തെ ട്യൂബ്സാണ്. ഇത് ഗോൾഡൻ ട്യൂബ്സ് കിട്ടും, അല്ലെങ്കിൽ പല കളറിലുള്ളതും കുറച്ചും കൂടെ ലെങ്ത്ത് ഉള്ളതും കുറച്ചും കൂടെ വണ്ണം ഉള്ളതും ഒക്കെ കിട്ടും. ഇതിലിപ്പം ആ ഒരു ട്യൂബിൻ്റെ വില 12 റുപ്പീസാണ്. അതുപോലെ തന്നെ ഷുഗർ ബീഡ്സ് ഉണ്ട്, പല നിറത്തിലും പല ബ്ലാക്കിൽ ഗ്ലേസിങ് വരുന്നതൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സ്, ഹാഫ് ബീഡ്സ് ഉണ്ട്. ഇതുപോലെ കുറച്ചും കൂടെ ചെറിയ സൈസിലുള്ളതുണ്ട്, ഒക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാം പ്രൈസ് 25, 30 അതിൻ്റെ താഴത്തേക്കാണ് വരുന്നത്. പിന്നെ ചില ബീഡ്സിൻ്റെ ഒക്കെ കളറ് വേഗം പോകും, പക്ഷേ ചില ഷുഗർ ബീഡ്സൊക്കെ പെട്ടെന്ന് പോകാത്തതും ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിപ്പം പെട്ടെന്ന് പോകാത്തതാണ്. അതൊരു ഒരു ചില്ല് പോലെ ഇരിക്കുന്ന പോലത്താണ്. ഇതുണ്ടല്ലേ, ഇതിപ്പം ഒന്ന് കളറ് പോകുന്നതും ഒന്ന് കളറ് പോകാത്തതാണ്. അത് നിങ്ങൾക്ക് അവിടെ ചെന്ന് നിങ്ങൾ ഷോപ്പിലൊക്കെ ചെന്ന് നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവും. അതിൽ പോളിഷ് ചെയ്ത പോലെ ഉണ്ടാവും ഈ പെട്ടെന്ന് പോകുന്നതിൽ. മറ്റേത് അധികം അങ്ങനെ ഉണ്ടാവത്തില്ല. പിന്നെ ഈ സർദോസി വർക്കൊക്കെ ചെയ്യുമ്പം ലെങ്ത് ആയിട്ടുള്ള സർദോസി കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല തിന്നായിട്ടുള്ള ലെങ്ത് ആയിട്ടുള്ള നീഡിൽ വേണം, അല്ലെങ്കിൽ നമ്മളുടെ ആ വർക്ക് ഫുള്ള് ചീത്തയായി പോവും. അതിനാണ് നമ്മൾ ഈ നീഡിൽ സൈസൊക്കെ അതിനും കൂടെയാണ് നോക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കെട്ടിടേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. റോങ് സൈഡിലേക്ക് പിടിച്ചിട്ട്, അതായത് തുണിയുടെ അപ്പുറത്തെ വശത്തേക്ക് പിടിച്ചിട്ട് നമ്മളുടെ മെറ്റീരിയലിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ, മെറ്റീരിയലിലേക്ക് നീഡിൽ പോകണ്ട, ഈ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ ഒന്ന് നീഡിലിട്ടിട്ട് ഒന്നും കൂടി നമ്മൾ ഈ ഒരു ത്രെഡിൻ്റെ ഇതിലേക്കൂടെ നീഡിലിടുക. എന്നിട്ട് ഇതുപോലെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്കൊരു 3-4 പ്രാവശ്യം ചെയ്താൽ മതി.
നമ്മൾ മെറ്റീരിയലിൽ തൊടാതിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുകയും വേണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്